അയോധ്യയിലെ സൂര്യവംശ രാജാവായ പ്രസേനജിത്തിന്റെ മകളായിരുന്നു അതിസുന്ദരിയായ രേണുക. ദേശാടനത്തിനിടയിൽ അയോധ്യയിലെത്തിയ ജമദഗ്നി മഹർഷി രേണുകയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ തനിക്ക് പത്നിയായി നൽകണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. മുനിശാപം ഭയന്ന് രാജാവ് പുത്രിയെ ജമദഗ്നിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ജമദഗ്നിയും പത്നിയും നർമ്മദയുടെ തീരത്ത് ഒരു പർണശാല ഉണ്ടാക്കി താമസം തുടങ്ങി. കാലാന്തരത്തിൽ അവർക്ക് സുഹോത്രൻ, വസു, വിശ്വവസു, രാമൻ എന്നിങ്ങനെ 4 പുത്രന്മാരും ജനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പൂജയ്ക്കുള്ള ദർഭയും ചമതയും സംഭരിക്കാനായി ജമദഗ്നി മൂത്ത 3 പുത്രന്മാരുമായി വനത്തിലേക്ക് പോയി. ഇളയ പുത്രനായ രാമനെ ആശ്രമത്തിൽ നിർത്തിയ ശേഷം രേണുക വെള്ളം കൊണ്ടുവരാനായി കുടവുമായി നർമ്മദയിലേക്ക് തിരിച്ചു. അന്ന് രാമന് 14 വയസ്സ് പ്രായമായിരുന്നു. നർമ്മദയിലെത്തിയ രേണുക കണ്ടത് ഹേഹയ രാജാവായ കാർത്തവീര്യാർജുനൻ തന്റെ പത്നിമാരോടൊത്ത് ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വെള്ളമെടുക്കാനായി രേണുക മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ചിത്രരഥൻ എന്ന സുന്ദര ഗന്ധർവ യുവാവ് ഏതാനും വരവർണ്ണിനികളും ഒരുമിച്ച് ജലക്രീഡ ചെയ്യുന്നതായി കണ്ടു. അവർ പോയ ശേഷം വെള്ളവുമായി അവൾ അതിവേഗം ആശ്രമത്തിലെത്തി. അപ്പോഴേക്കും ഭർത്താവും പുത്രന്മാരും വന്നു കഴിഞ്ഞിരുന്നു. ഇത്ര വൈകാൻ കാരണമെന്തെന്ന് മുനി കോപാന്ധനായി ചോദിച്ചു. രേണുക നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു. മുനിക്ക് കോപം വർദ്ധിച്ചു. നീ മലിനയായിരിക്കുന്നു, പാതിവൃത്യമില്ലാത്തവളായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി നീ ജീവിച്ചിരിക്കുവാൻ പാടില്ല എന്ന് പറയുകയും മക്കളോട് അവളെ വെട്ടി കൊന്നുകളഞ്ഞേക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. എന്നാൽ മാതൃഹത്യ ചെയ്യാൻ തങ്ങൾ തയ്യാറല്ലെന്ന് പുത്രന്മാർ പറഞ്ഞു. തന്റെ ആജ്ഞയെ ധിക്കരിച്ച 3 മക്കളെയും കാട്ടാളന്മാരെ തീരട്ടെ എന്ന് മുനി ശപിച്ചു. അതിനുശേഷം 4ാമത്തെ പുത്രനായ രാമനോട് രേണുകയെയും മൂത്ത 3 ജ്യേഷ്ഠന്മാരെയും വധിക്കാൻ ആവശ്യപ്പെട്ടു. വാളെടുത്ത് രാമന്റെ കയ്യിൽ കൊടുത്തു. താതന്റെ കൽപ്പന നിരസിക്കുന്ന പുത്രന് നരകമാണ് ഗതി എന്നും പറഞ്ഞു. അവൻ ആ വാളുകൊണ്ട് 3 ജ്യേഷ്ഠന്മാരെയും വെട്ടിക്കൊന്നു. അതിനുശേഷം പെറ്റമ്മയുടെ കഴുത്തിൽ വെട്ടി ശിരസ് നിലത്തിട്ടു. അതോടെ ബോധമറ്റ് കുമാരൻ നിലം പതിച്ചു. ജമദഗ്നി രാമന്റെ മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തി. മകനെ, പിതാവിന്റെ കഠോരമായ ആജ്ഞ നിർവഹിച്ച നീ പിതൃഭക്തന്മാരിൽ വെച്ച് അത്യുത്തമനായി ഭവിച്ചിരിക്കുന്നു. എന്തു വരം വേണമെന്ന് ചോദിച്ചു. രാമൻ പറഞ്ഞു, എന്റെ അമ്മയെ ജീവിപ്പിക്കണം. എന്റെ ജ്യേഷ്ഠന്മാർക്ക് നൽകിയ ശാപം പിൻവലിച്ച് അവരെയും ജീവിപ്പിക്കണം. ജമദഗ്നി തന്റെ തപശക്തിയാൽ രേണുകയെയും പുത്രന്മാരെയും അവരവരുടെ ശിരസുകൾ ചേർത്ത് വെച്ച് ജീവിപ്പിച്ചു. ഉറക്കത്തിൽ നിന്നെന്ന പോലെ അവർ ഉണർന്നു. എല്ലാവരും ആനന്ദപൂർവ്വം പഴയപടി പർണശാലയിൽ ജീവിക്കാനും തുടങ്ങി.